നമ്മളെ സബർമതി എക്സ്പ്രസ്സിലായിരുന്നു യാത്രയെ, വാരണാസിയിൽ നിന്ന് അയോധ്യ വരെ. അപ്പോഴേ 8ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നിമിഷം വരെ ലാസ്റ്റിൽ ട്രെയിന് 9ാമത്തെ പ്ലാറ്റ്ഫോമിൽ. എൻ്റെ പൊന്നു, എന്തോ ഓട്ടോ ഓടി അവന്മാർ പറയുന്നിടത്തൊന്നുമല്ല. S5 എന്ന് പറഞ്ഞു അവിടെ കൊണ്ട് B1 നിർത്തി. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇവിടെ. ലാസ്റ്റ് സമയത്ത് ട്രെയിൻ വന്നപ്പോഴാണ് അനൗൺസ് ചെയ്യും. ശരിക്കും പണ്ടൊരു അപകടം ഇതുപോലെ നടന്നത് ഇതുപോലത്തെ സംഭവമാണ്. ലാസ്റ്റ് സമയം ഇവർ പ്ലാറ്റ്ഫോം മാറ്റും. അന്നേരം അങ്ങനെ പ്രശ്നം ഉണ്ടായത് അന്നുണ്ടായത് അതുപോലെ. പക്ഷെ ഇന്ന് അത്രയും ഒരു തിരക്കില്ലാഞ്ഞൊന്നും കുഴപ്പമില്ലായിരുന്നു. എടുപ്പോ നമ്മളൊന്ന് വല്ലതായിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പൊതുവെ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. നോക്കണ്ടോ, വലിയ ആളൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇപ്പൊ ഉത്തർപ്രദേശിന്റെ ഉൾ ഏരിയയിലൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. സബർമതി എക്സ്പ്രസ്സിലാണ്. നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൂടെ ഒക്കെ പോകുന്ന പോലെ ഉള്ള ഒരു ഫീലാണ് ഇപ്പൊ കിട്ടുന്നത് കേട്ടോ. കേട്ടോ, ഇവിടെ 3 ലൈനാ കേട്ടോ. പൊതുവെ കുഴപ്പമില്ലാത്ത ഒരു ട്രെയിനാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ഒരു ട്രെയിൻ, അടിപൊളി ട്രെയിനാണ്. ഇതുണ്ട് ഇവിടെ എല്ലാം ഇഷ്ടീയ ഉത്തർപ്രദേശ്. ഈ ഒരു ട്രെയിന് ശരിക്കും ആ പ്ലാറ്റ്ഫോം മാറിയപ്പോ നല്ലപോലെ പേടിച്ചു പോയി കേട്ടോ. എന്തോ ഭാഗ്യത്തിന് തിരക്ക് കുറവായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. ധൻബാദ് ഫിറാസ്പൂർ പോകുന്ന വണ്ടിയുടെയാണ് ഉണ്ടോ. ഇതെല്ലാം റിസർവ്ഡ് കോച്ചാണ്. അതുണ്ടോ, അതിനകത്ത് എല്ലാ ആള് കയറിയിരിക്കുക. ഇവിടെ റിസർവ് ചെയ്യുന്നതൊന്നും ഒരു വിഷയമേ അല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ TTR ഒന്നും വരാറില്ല എന്നുള്ള. ഞങ്ങൾ തന്നെ ഇതുണ്ടോ ഇവിടെ ഇരിക്കുകയാണ്, റിസർവ് ചെയ്ത. അപ്പം നമ്മുടെ ഇതുണ്ടോ ഇവിടെ എല്ലാം ഉണ്ടോ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വന്നിരിക്കും. ഉണ്ടോ, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ചെറിയ ദൂരമേ ഉള്ളൂ, ചെറിയ ദൂരം, ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ശരിക്കും ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു AC ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളതും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ കൂടെ ഇന്റർസ്റ്റേറ്റ് ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും മികച്ച ഇതുണ്ടോ പിന്നെ വരുന്നതാണ്. ഇവരൊന്നും റിസർവ് ചെയ്ത ആൾക്കാരൊന്നുമല്ല, ഇനി വരുവാണ്. ഇഷ്ടം പോലെ ഇനി കയറുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മള് ഒരു ഒന്നുമില്ല, സീറ്റ് വന്നാൽ കയറിയിരിക്കുക, അടുപ്പിച്ചങ്ങിരിക്കും. ഞാനിപ്പം പിരിച്ചിട്ടുകൊണ്ട് എനിക്കൊരു ആശ്വാസമുണ്ട്. ഇങ്ങനെ കാര്യം നമ്മള് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ ഇരിക്കത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ മനുഷ്യത്വപരമായ ഒരു ഇത് വെച്ചിട്ട് നമ്മളത് സമ്മതിക്കുന്നുള്ളത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എല്ലാ ട്രെയിനിലും അങ്ങനെ തന്നെ കണ്ടോ, എല്ലാ ട്രെയിനും അങ്ങനെ തന്നെ. നമുക്കിനി ഒരു സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ അയോധ്യധാമാവും. ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് പോവാം, തിരിച്ചു പോവാം. ഇതുണ്ടോ, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് നാളെ രാമനവമിയാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കൂടുണ്ട്, അതും കൂടെ ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യ വഴി നമ്മൾ ഇന്നർ സ്റ്റേറ്റ് യാത്രകൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വലിയ കടമാണ്. എനിക്ക് തോന്നുന്നു AC ആയിരിക്കും ഇച്ചിരൂടെ ഈ ഒരു യാത്രക്ക് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോയാണ്, അതായത് ഡൽഹിയിൽ നിന്ന് ഇപ്പം വാരണാസി കാശി വരെ വരണമെന്നില്ല, ഏകദേശം നമുക്ക് 10-15 മണിക്കൂർ എടുക്കും. അപ്പം ബെറ്റർ ഓപ്ഷൻ AC ആണ്. കാരണം ഒരു രാത്രിയിലെല്ലാം വന്ന് കയറിയിരിക്കും. നമ്മൾ കിടക്കുന്ന ഒന്നും ഒരു വിഷയമല്ല, നമ്മൾ അവിടെ എല്ലാം വന്ന് ചെള്ളി കയറിയിരിക്കും. അങ്ങനെ ഒരു ദിവസമൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചതാണ്. അതുകൊണ്ട് ക്രോസിംഗ് ആണ് വന്ദേ ഭാരത്.
വന്ദേ ഭാരത് ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റ് വന്ദേ ഭാരത് കാണുന്നത്. അടിപൊളിയാട്ടോ, നല്ല സ്പീഡിൽ പോവാ. കണ്ടോ ആ ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റ് അത്ര ആൾക്കാരൊന്നും വന്ന് നിൽക്കത്തില്ല. കണ്ടോ AC ആണ് ബെറ്റർ, ഒരു ശല്യം ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാം. വലിയ ചാർജ് വരത്തില്ല, 500-600 രൂപയൊക്കെ ചാർജ് വരത്തുള്ളൂ ചെറിയ ഡിസ്റ്റൻസിനൊക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ എന്താണെന്നുണ്ടോ, ഇത് ജനറലാണ്. ജനറലും റിസർവേഷനും ഒക്കെ എല്ലാം ഒരുപോലെ ഉള്ളേ. കണ്ടോ അങ്ങനെയൊക്കെയാണ് നോർത്ത് ഇന്ത്യയിലെ ട്രെയിൻ യാത്ര. ഇതൊക്കെ വെച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ആൾക്കാരുണ്ട്, നല്ലതാണ്. അവർ ചോദിക്കും, എടുക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഒന്നുമില്ല, എല്ലാം അവരുടെയാണ്, നല്ലൊരു കൺസെപ്റ്റാണ്. അപ്പൊ അയോധ്യ ഡാം ജംഗ്ഷൻ എടുക്കാറായി. ഇതുകൊണ്ട് എല്ലാവരും ഇറങ്ങുകയാണ്. ഇതുണ്ടോ ട്രെയിൻ കാലിയാവും. 2 മിനിറ്റ് ഇവിടെ സ്റ്റോപ്പുള്ളൂ. അപ്പൊ ഇനി ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ. നമ്മൾ അയോധ്യ ഡാം ജംഗ്ഷനിൽ ഇറങ്ങി. ഇതാണ് പ്ലാറ്റ്ഫോം, കണ്ടോ അയോധ്യ ഡാം പ്ലാറ്റ്ഫോം ആണ്. അവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്, എക്സ്കവേറ്ററും ഉണ്ട്. ഇതുണ്ടോ ഇറങ്ങാൻ ഒരു ഭയങ്കര യുദ്ധം തന്നെ നടത്തി കേട്ടോ, ഭയങ്കരമായിരുന്നു. എന്തായാലും പൊളിച്ച് ഇനിയിപ്പം നേരെ ഈ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ് റൂം. അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോകും. നമ്മൾ മേളിൽ കയറി വരുമ്പോൾ കണ്ടോ അടിപൊളിയാണ്. എന്ത് രസമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു എയർപോർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുവേ. കണ്ടോ അടിപൊളിയാണ്. കണ്ടോ സൂപ്പറായിട്ടുണ്ട്. കിഴു റെയിൽവേ സ്റ്റേഷൻ എൻട്രൻസിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ടോ നല്ല രസമാണ്. രാമക്ഷേത്രം ഉണ്ട്, എല്ലാം ആയിട്ട് കണ്ടോ നല്ല മനോഹരമായിട്ട് നോക്കി സൂപ്പറായിട്ടുണ്ട്. കണ്ടോ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിനി റൂമിലോട്ട് പോകാമേ. പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയത്തില്ല, നോക്കട്ടെ.